നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തി UAE ലൈബീരിയ വിദേശകാര്യ മന്ത്രിമാർ. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബൈസോലോ ന്യാന്തിയുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങളും വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. യോഗത്തിൽ സഹമന്ത്രി ഷെയ്ഖ് ഷക്ബൂത്ത് ബിൻ നഹ്യാൻ അൽ നഹ്യാൻ, അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി എന്നിവർ പങ്കെടുത്തു. വാർഷിക റമദാൻ സമ്മേളനത്തിൽ ബ്രിഡ്ജ് ഉച്ചകോടി പ്രദർശിപ്പിച്ച് നാഷണൽ മീഡിയ ഓഫീസ്. ദേശീയ മാധ്യമ ഓഫീസറിന്റെയും UAE മീഡിയ കൗൺസിലിന്റെയും ചെയർമാൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബുട്ടി അൽ ഹമീദ് മാധ്യമ മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധത എടുത്തു പറഞ്ഞു. പുരോഗതിയുടെ ഒരു പ്രധാന സ്തംഭമായും പോസിറ്റീവ് മാറ്റത്തിനുള്ള ഉത്തേജകമായും സമൃദ്ധിയും സുസ്ഥിരവുമായ ഭാവിയുടെ ചാലകമായും മാധ്യമങ്ങളെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. 2025 ഡിസംബർ 8 മുതൽ 10 വരെ അബുദാബിയിൽ ബ്രിഡ്ജ് ഉച്ചകോടി നടക്കുമെന്ന് നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജമാൽ മുഹമ്മദ് ഒബൈദ് അൽ ഖാബി അറിയിച്ചു. ഉംറ തീർത്ഥാടകരുടെ ബസ്സിന് തീപിടിച്ച് 6 മരണം, 14 പേർക്ക് പരുക്ക്. മദീന റോഡിൽ വാദി ഖുദൈദിലാണ് അപകടമുണ്ടായത്. ഇന്തോനേഷ്യൻ ഉംറ തീർത്ഥാടന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാൻ ട്രംപ്. 7 ഡെമോക്രാറ്റുകൾ പ്രതിസന്ധിയിൽ. കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിൽ ഇനി AAPയെ സൗരഭ് ഭരദ്വാജ് നയിക്കും. പഞ്ചാബിൽ മനീഷ് സിസോദിയും. മുൻ മന്ത്രി സൗരഭ് ഭരദ്വാജിന് AAPയുടെ ഡൽഹി ഘടകത്തിന്റെ ചുമതല നൽകി. അതുപോലെ പഞ്ചാബിൽ മനീഷ് സിസോദിയയ്ക്കാണ് പാർട്ടിയുടെ ചുമതല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെയാണ് ഇരു നേതാക്കൾക്കും AAP പുതിയ ചുമതലകൾ നൽകിയത്. ബേബി ഫ്രണ്ട്ലി ആശുപത്രിയായി ലത്തീഫ. ലോകാരോഗ്യ സംഘടനയുടെയും യൂണിസെഫിന്റെയും അംഗീകാരം. ദുബായ് ഹെൽത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലത്തീഫ ആശുപത്രിക്ക് ലോകാരോഗ്യ സംഘടനയുടെയും UN ചിൽഡ്രൻസ് ഫണ്ടിന്റെയും ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് അംഗീകാരം ലഭിച്ചു. സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ പ്രസവ സേവനങ്ങൾ, മുലയൂട്ടൽ സൗഹൃദ അന്തരീക്ഷം, ബോധവൽക്കരണ പരിപാടികളിലൂടെയും പ്രത്യേക ആരോഗ്യ സേവനങ്ങളിലൂടെയും മാതൃശിശു ആരോഗ്യത്തെ പിന്തുണയ്ക്കൽ തുടങ്ങി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സേവനങ്ങളാണ് ഈ അംഗീകാരം ആശുപത്രിക്ക് നേടിക്കൊടുത്തത്. 6 പ്രമുഖ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന പോലീസ്. അല്ലു അർജുൻ കേസിനു ശേഷം വീണ്ടും ഏറ്റുമുട്ടൽ. ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങളിൽ അഭിനയിച്ച 6 പ്രമുഖ സിനിമാ താരങ്ങൾക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തു. വിജയ് ദേവരകൊണ്ട, പ്രകാശ് രാജ്, റാണ ദഗുബാട്ടി, ലക്ഷ്മി മഞ്ജു, പ്രണീത, നിധി അഗർവാൾ എന്നിവർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ 19 പേർക്കുമെതിരെയാണ് മിയാപൂർ പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നു. മുഖ്യമന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു. ഈ മാസം 30-നാണ് യോഗം. PKVയുടെ മകനും സീനിയർ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് V രാജേന്ദ്രൻ അന്തരിച്ചു. മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകനും ഹൈക്കോടതി സീനിയർ അഭിഭാഷകനുമായ പുല്ലുവഴി കാപ്പിള്ളിയിൽ വീട്ടിൽ അഡ്വക്കേറ്റ് V രാജേന്ദ്രൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക്. പുതുചരിത്രമെഴുതാൻ ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. 131 വർഷം പിന്നിടുന്ന രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ തലപ്പത്തേക്ക് ഇതാദ്യമായി ഒരു വനിത. സിംബാബ്വേക്കാരി ക്രിസ്റ്റി കവൻട്രിയാണ് ഗ്രീസിൽ നടക്കുന്ന IOC സെഷനിൽ അടുത്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നാഷണൽ ലീഗ്. പോർച്ചുഗലിനും ഫ്രാൻസിനും ഇറ്റലിക്കും ഞെട്ടിക്കുന്ന തോൽവി. സ്പെയിനിന് സമനില. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത. ദക്ഷിണ കൊറിയയെ സമനിലയിൽ തളച്ച് ഒമാൻ. ഗോയാങ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒമാനും ദക്ഷിണ കൊറിയയും 1 ഗോൾ വീതം നേടി. ഫ്രാൻസിനെ ക്രൊയേഷ്യ വീഴ്ത്തി. പോർച്ചുഗലിനും തോൽവി. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ഫ്രാൻസിനും പോർച്ചുഗലിനും ഇറ്റലിക്കും തോൽവി. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് തുടങ്ങി.
മത്സരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1300-ലേറെ താരങ്ങൾ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുന്ന പാരാ അത്ലറ്റുകൾ രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.